Hello all, welcome to U4 Civil. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. റിയാക്ടർ ഡിസൈനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മുടെ റിയാക്ഷന് ഏത് റിയാക്ടറാണ് ബെറ്റർ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ എങ്ങനെ ഒരു റിയാക്ടർ ഡിസൈൻ ചെയ്യാം, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. റിയാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വെസലാണ് അല്ലേ. നോർമലി ഒരു റിയാക്ഷൻ നടക്കുന്ന ഒരു വെസലിനെയാണ് റിയാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് റിയാക്ടറിനെ ബേസിക്കലി രണ്ടായിട്ട് തരംതിരിക്കാം. റിയാക്ടറിനെ രണ്ട് രീതിയിൽ തരംതിരിക്കാം. ഫസ്റ്റ് വൺ ആണ് ബാച്ച് റിയാക്ടർ. ഓക്കെ, സോ ബാച്ച് റിയാക്ടർ പിന്നെ ആണ് കണ്ടിന്യൂസ് റിയാക്ടർ. ഓക്കെ, ബാച്ച് റിയാക്ടറും കണ്ടിന്യൂസ് റിയാക്ടറും. ബാച്ച് റിയാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുണ്ടായിരിക്കില്ല, നമ്മളൊരു തവണ ഈ ഒരു റിയാക്ടറിനകത്ത് നമ്മൾ റിയാക്റ്റൻസ് ഫീഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ റിയാക്ടറിലേക്ക് ഇൻപുട്ട് അല്ലെങ്കിൽ റിയാക്റ്റൻ്റ് ആഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടൈം മോളിക്യൂൾസ് ഈ ഒരു റിയാക്ടറിനകത്ത് കുറച്ച് ടൈം എന്ത് ചെയ്യും, സ്പെൻഡ് ചെയ്യും. എന്നിട്ട് റിയാക്ഷൻ നടന്നിട്ട് നമ്മൾ കുറച്ച് ടൈമിന് ശേഷം, അതിന് റെസിഡൻസ് ടൈം എന്നാണ് പറയുക, കുറച്ച് ടൈമിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ ഔട്ട്പുട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രൊഡക്റ്റ് റിമൂവ് ചെയ്യും. സോ ഇതാണ് ബാച്ച് റിയാക്ടർ എന്ന് പറയുന്നത്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻപുട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഔട്ട്പുട്ടോ ഇല്ല. ഓക്കെ, കണ്ടിന്യൂസ് ഇൻപുട്ടോ കണ്ടിന്യൂസ് ഔട്ട്പുട്ടോ ഇല്ല. സോ ബാച്ച് റിയാക്ടർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ലോ ഈൽഡ് അല്ലെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പെരിമെൻ്റലായിട്ട് കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മൾ ഈ ഒരു എന്താ പറയുക ബാച്ച് റിയാക്ടർ യൂസ് ചെയ്യുക. എന്തെങ്കിലും ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കലിലൊക്കെ എന്താണ് നമുക്ക്, അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി കെമിക്കൽ ഫീൽഡിലൊക്കെ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ അളവ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ ബാച്ച് ആയിരിക്കും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷന്, ലോവർ പ്രൊഡക്റ്റ്. പക്ഷേ ഇൻഡസ്ട്രിയലി നമ്മളിപ്പോൾ ബൾക്കായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എന്ത് യൂസ് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ടുള്ള റിയാക്ടേഴ്സ് യൂസ് ചെയ്യണം. അതായത് കണ്ടിന്യൂസ് ഔട്ട്പുട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇൻപുട്ട്, റിയാക്റ്റൻ്റ് വന്നുകൊണ്ടേയിരിക്കും, ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണെന്ത് നമ്മുടെ ബേസിക് ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ വന്നത് ബാച്ച് ആൻഡ് കണ്ടിന്യൂസ്. ഇനി കണ്ടിന്യൂസിൽ തന്നെ നമുക്ക് ഐഡിയൽ ആയിട്ടൊരു റിയാക്ടർ ഡിസൈൻ ചെയ്യണമെങ്കിൽ, അതായത് നമ്മളിപ്പോൾ എന്താണ് കുറേ അസംഷൻസൊക്കെ വെച്ചിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഒരു ഐഡിയൽ റിയാക്ടേഴ്സ് ഡിസൈൻ ചെയ്യും. എന്നിട്ടാണ് പിന്നെ നമ്മുടെ റിയൽ റിയാക്ടർ നമ്മൾ ആ ഐഡിയലുമായി ബന്ധപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ അതിലേക്ക് കുറച്ച് കണ്ടീഷൻസൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് റിയൽ റിയാക്ടറിൻ്റെ ഒരു വോളി എത്ര വേണമെന്നും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഐഡിയൽ റിയാക്ടർ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നുള്ള ഐഡിയ ഉണ്ടാവണം. അത് ബാച്ച് ആയിക്കോട്ടെ കണ്ടിന്യൂസ് ആയിക്കോട്ടെ, നമ്മൾ എന്താണ് പഠിക്കുന്നത്, ഐഡിയൽ റിയാക്ടർ ഡിസൈൻ ചെയ്യാനാണ് പഠിക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, റിയൽ റിയാക്ടറിനകത്ത് ഇതിന് എന്തൊക്കെ മാറ്റം വരുത്തണം എന്നീ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, എനിവേ കണ്ടിന്യൂസ് റിയാക്ടറിൽ നമുക്ക് രണ്ട് രീതിയിൽ റിയാക്ടേഴ്സ് ഉണ്ട്. ഒന്നാണ് CSTR എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സ്റ്റിർ ടാങ്ക് റിയാക്ടർ. കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ഇളക്കിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ട്. അതാണ് എന്ത് CSTR എന്നുള്ള റിയാക്ടർ, കണ്ടിന്യൂസ് സ്റ്റിർ ടാങ്ക് റിയാക്ടർ. ഇതിന് വേറൊരു പേരുണ്ട്, MFR എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് ഫ്ലോ റിയാക്ടർ. ഇത് സെയിം തന്നെയാണ്, പക്ഷേ വേറൊരു വിളിക്കുന്ന ഒരു പേരാണ് എന്ത് MFR എന്ന് പറഞ്ഞാലും CSTR എന്ന് പറഞ്ഞാലൊക്കെ എന്താണ് കണ്ടിന്യൂസ്, എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് എന്തൊരു മിക്സിങ് നടക്കുന്ന റിയാക്ടർ നമ്മളിത് പറയുക. സോ ഇവർക്ക് വേറെ ഡിസൈനാണ്. ഇനി വേറൊരു ടൈപ്പ് ഓഫ് കണ്ടിന്യൂസ് റിയാക്ടറാണ് പ്ലഗ് ഫ്ലോ റിയാക്ടർ എന്ന് പറയുന്നത്. പ്ലഗ് ഫ്ലോ റിയാക്ടർ അല്ലെങ്കിൽ PFR അല്ലെങ്കിൽ എന്താണ് പ്ലഗ് ഫ്ലോ റിയാക്ടർ. പ്ലഗ് ഫ്ലോ റിയാക്ടർ പ്ലഗ് ഫ്ലോ റിയാക്ടർ അല്ലെങ്കിൽ ഇതിന് ട്യൂബുലാർ റിയാക്ടർ എന്നും പറയും. ട്യൂബുലാർ റിയാക്ടർ. ഓക്കെ, സോ ഇത് PFR പ്ലഗ് ഫ്ലോ റിയാക്ടർ അല്ലെങ്കിൽ ട്യൂബുലാർ റിയാക്ടർ. CSTR നമ്മൾ എന്താണ് കണ്ടിന്യൂസ് സ്റ്റിർ ടാങ്ക് റിയാക്ടർ അല്ലെങ്കിൽ മിക്സ്ഡ് ഫ്ലോ റിയാക്ടർ എന്ന് പറയും. മിക്സ്ഡ് ഫ്ലോ റിയാക്ടർ. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ബേസിക്കലി റിയാക്ടറിനെ ക്ലാസിഫൈ ചെയ്യുക.
റിയാക്ടറിൻ്റെ ബാച്ച് റിയാക്ടറും കണ്ടിന്യൂസ് റിയാക്ടറും ബേസിക് ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണിത്. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും എങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ ഇക്വേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാച്ച് റിയാക്ടറാണ്. ഫസ്റ്റ് കാറ്റഗറി ഓഫ് റിയാക്ടർ ഓക്കെ. ബാച്ച് റിയാക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? നോ കണ്ടിന്യൂസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഓക്കെ, സോ ജസ്റ്റ് ഒരു റിയാക്ടർ കണ്ടിന്യൂസ് ആയിട്ട് ഇൻപുട്ടോ ഔട്ട്പുട്ടോ ഇല്ല. നമ്മൾ ഒരു തവണ എന്ത് റിയാക്റ്റൻസ് നമ്മൾ ആഡ് ചെയ്യുന്നു, എന്നിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നു, അല്ല കുറച്ച് ടൈം അത് റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിടുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? കുറച്ച് ടൈമിന് ശേഷം ഇവിടെ ടൈം T0 ഒരു പർട്ടിക്കുലർ ടൈമിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ പുറത്തെടുക്കുന്നു. ഓക്കെ, സോ ഇതാണ് ബാച്ച് റിയാക്ടർ എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് ഫോർ സ്മോൾ ക്വാണ്ടിറ്റി ഓക്കെ, സ്മോൾ ക്വാണ്ടിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ കോസ്മെറ്റിക്സിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? വളരെ കുറഞ്ഞ അളവിലായിരിക്കും എന്തുണ്ടായിരിക്കുക, ഇത് പ്രൊഡ്യൂസ് ചെയ്യുക, റിയാക്ഷനൊക്കെ നടത്തുന്നുണ്ടായിരിക്കുക. സോ അങ്ങനത്തെ കേസിൽ നമുക്ക് കൂടുതൽ കൺട്രോളൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാച്ച് റിയാക്ടറാണ് യൂസ് ചെയ്യുക. ഇനി നമ്മൾ എങ്ങനെ ഇതിൻ്റെ ഡിസൈൻ എങ്ങനെ നോക്കുക, ഇതെങ്ങനെയാണ്, എത്ര ടൈം കൊടുക്കേണ്ടി വരും റിയാക്ഷന്, എന്താണ് ബാച്ച് റിയാക്ടറിൻ്റെ ഡിസൈൻ നോക്കാം. സോ ബേസിക് കെമിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ ബാലൻസ് എന്നുള്ള സംഭവം അല്ലേ. ബേസിക് കെമിക്കൽ എഞ്ചിനീയറിംഗ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്? മാസ് ബാലൻസ് എന്നുള്ളത് അല്ലേ. സോ മാസ് ബാലൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ മെറ്റീരിയൽ ബാലൻസ് നമ്മുടെ കമ്പോണൻ്റ് റിയാക്റ്റൻ്റെ മേലെ അപ്ലൈ ചെയ്യാണ്. സോ ലെറ്റ്സ് എ എന്നുള്ള ഒരു റിയാക്റ്റൻ്റ് ആണ്. സോ അതിൻ്റെ മേലെ നമ്മൾ മെറ്റീരിയൽ ബാലൻസ് അല്ലെങ്കിൽ മാസ് ബാലൻസ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സോ മാസ് ബാലൻസ് on reactant A. ഓക്കെ, സോ എന്താണ് മാസ് ബാലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻപുട്ട് എ ഇൻപുട്ട് ജനറൽ ഇക്വേഷൻ ആദ്യം നമ്മൾ എഴുതുക. എ ഇൻപുട്ട് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇൻപുട്ട് ഈസ് ഈക്വൽ ടു വാട്ട്? എ ഔട്ട്പുട്ട് പ്ലസ് A disappeared by reaction plus A accumulated. അറിയാലോ, ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള മാസ് ബാലൻസ് പറയുന്നത്. വേറെ ടേം ഉണ്ടായിരിക്കുമ്പോൾ ലോസും ഗെയിനൊക്കെ നമുക്കത് ജസ്റ്റ് അതൊന്നും ആവശ്യമൊന്നുമില്ല. നമുക്ക് റിയാക്ടർ ഡിസൈൻ ചെയ്യാൻ ഇത്രയും കാര്യം സഫീഷ്യൻ്റ് ആണ്. സോ ഇൻപുട്ട് വിൽ ബി ഈക്വൽ ടു വാട്ട്? ഈ ഒരു റിയാക്ടറിലേക്കുള്ള എയുടെ ഇൻപുട്ട് എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്മൾ കുറച്ച് ടൈമിന് ശേഷം എ ഔട്ട്പുട്ട് പ്ലസ് എ ഡിസപ്പിയർഡ് ബൈ റിയാക്ഷൻ എ അക്യുമുലേറ്റഡ്. ബേസിക്കായിട്ട് എന്താണ്? മാസ് ബാലൻസ് അല്ലെ. മാസ് ആൾവേസ് കൺസേർവ്ഡ്. മാസ് എന്താണ്? നെയ്തർ ക്യാൻ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് അല്ലേ. ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെറ്റീരിയൽ ബാലൻസും മാസ് ബാലൻസും ഒക്കെ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ബാച്ച് റിയാക്ടറിൻ്റെ കേസിൽ എന്താണ്? ഇൻപുട്ടും ഇല്ല ഔട്ട്പുട്ടും ഇല്ല അല്ലേ. ഇൻപുട്ടും ഇല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻപുട്ട്. ഒരു തവണ നമ്മൾ എന്താ പറയുക, ഇൻപുട്ട് ആഡ് ചെയ്താൽ പിന്നെ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഔട്ട്പുട്ടും ഒരു സിംഗിൾ ടൈം എടുക്കുന്നുള്ളൂ. സോ എന്താ ചെയ്യുന്നുള്ളത് നമുക്ക് പറയാം എന്താണ്? ഇത് എന്താണ്? 0 ആക്കുക അല്ലേ. ഇതും എന്താണ്? 0. കാരണം ഇതൊക്കെ എന്താണ്? നമ്പർ ഓഫ് മോൾസ് പെർ ടൈം ആണ് അല്ലേ. ഫ്ലോ റേറ്റ് ആണ്, മോളാർ ഫ്ലോ റേറ്റ് ആണ്. ഇൻപുട്ട് ഇതൊക്കെ. അപ്പോൾ ഫ്ലോ റേറ്റ് 0 ആയിരിക്കും അല്ലേ.
വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ത് ചെയ്യുന്നില്ല, മാറ്റം വരുന്നില്ല. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എന്താണ്, A disappeared by reaction plus A accumulated എന്ത് ഈക്വൽ ആയിരിക്കും, ഈക്വൽ ടു 0 അല്ലേ, നമ്മുടെ ബേസിക് ഇക്വേഷന്. A disappeared by reaction എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, നമുക്കറിയാം എന്താണ്, അപ്പം ഇതിൻ്റെയൊക്കെ യൂണിറ്റ് എന്താണ്, ഈ എല്ലാ ടേമിൻ്റെ യൂണിറ്റ് എന്താണ്, മോൾസ് പെർ സെക്കൻഡ്. ഓക്കെ, ഇവിടെ എന്താണ്, മോൾസ് പെർ സെക്കൻഡ്. ഓക്കെ, A disappeared by reaction എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്കറിയാം ഡിസപ്പയർഡ് ബൈ റിയാക്ഷൻ എന്തായിരിക്കും, -6 അല്ലേ. -6ൻ്റെ യൂണിറ്റ് എന്താണ്, മോൾ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം എന്നല്ലേ. സോ അതുകൊണ്ട് -6 മാത്രം ഇവിടെ കൊടുത്താൽ നമുക്ക് യൂണിറ്റ് കറക്റ്റ് ആവില്ല അല്ലേ. നമ്മുടെ യൂണിറ്റ് എന്താണ്, മെറ്റീരിയൽ ബാലൻസിൻ്റെ യൂണിറ്റ് എന്താണ്, മോൾ പെർ സെക്കൻഡ് അല്ലേ. ഇൻപുട്ട് പെർ മോൾ പെർ സെക്കൻഡ്, ഔട്ട്പുട്ട് മോൾ പെർ സെക്കൻഡ്. അതുപോലെ തന്നെ ഡിസപ്പയർഡ് ബൈ റിയാക്ഷൻ മോൾ പെർ സെക്കൻഡ് ആണ്, അക്യുമുലേറ്റഡ് മോൾ പെർ സെക്കൻഡ് ആണ്. സോ നമുക്ക് എന്താണ്, റിയാക്ഷനിലൂടെ പോകുന്നതും എന്ത്, മോൾ പെർ സെക്കൻഡിലാണ് നമുക്ക് യൂണിറ്റ് വേണ്ടത്. സോ എന്ത് വരും, നമുക്കറിയാം 6 ഈക്വൽ ടു എന്താണ്, -6 ഈസ് ഈക്വൽ ടു എന്താണ്, -1/v dNA/dt ആണ് അല്ലേ, dNA/dt ആണ്. ഓക്കെ, സോ A ഡിസപ്പയർഡ് ബൈ റിയാക്ഷൻ എന്ന് പറഞ്ഞത് ഈ ടേമാണ് അല്ലേ, ഈ ടേമാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും, ഇതെന്തിന് ഈക്വൽ ആയിരിക്കും, -6 ഇൻറ്റു V. ഓക്കെ, -6 ഇൻറ്റു V. ഇനി A അക്യുമുലേറ്റഡിനെ നമുക്ക് എന്താ എഴുതാം, A അക്യുമുലേറ്റഡ് നമുക്ക് dNA/dt എന്ന് എഴുതാം, dNA/dt. ഓക്കെ അല്ലേ, നമ്പർ ഓഫ് മോൾസ് പെർ ടൈം അതല്ലേ അക്യുമുലേഷൻ, dNA/dt എന്തിന് ഈക്വൽ ആയിരിക്കും, ഈക്വൽ ടു 0. ഇനി ഇത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യണം. എന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എന്നെ എനിക്ക് എന്ത് എഴുതാം, NA0 ഇൻറ്റു 1 - XA എന്ന് എഴുതാൻ പറ്റും അല്ലേ, ബൈ dt വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, NA0 ഇൻറ്റു 1 - XA അഗെയിൻ എന്താണ്, നിങ്ങൾക്കറിയാം NA0/dt 0 ആയിരിക്കും, കാരണം അതൊരു NA0 എന്നുള്ളൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. സോ എന്ത് വരും, -6 ഇൻറ്റു V പ്ലസ് NA0 ഇൻറ്റു dXA/dt is equal to 0. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഡിറ്റിനെ മാത്രം ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം. dt will be equal to what, dt-നെ മൈനസ്, സോറി ഇവിടെ NA0 ഇൻറ്റു മൈനസ് ഉണ്ട് കേട്ടോ, ഇവിടെ മൈനസ് ഉണ്ട്. സോ കാരണം എന്താണ്, dNA0 ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ മൈനസ് NA0 dXA/dt എന്ന് വരും. സോ ആ മൈനസ് ഇവിടെ വരും. ഓക്കെ, ഡിഫറൻഷ്യേറ്റ് ഈ ടേമിനെ പുറത്തെടുക്കുമ്പോൾ സോ നമുക്ക് എഴുതാൻ പറ്റും dt വിൽ ബി ഈക്വൽ ടു വാട്ട്, dt വിൽ ബി ഈക്വൽ ടു NA0 dXA ഡിവൈഡഡ് ബൈ -6 ഇൻറ്റു V, -6 ഇൻറ്റു V. ഓക്കെ, -6 ഇൻറ്റു V. ഇത് നമ്മളൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t വിൽ ബി ഈക്വൽ ടു വാട്ട്, t will be equal to NA0 കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കാം. NA0 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to XA
dxa divided by minus RA into V. Okay, so this is the design equation of in the batch reactor. Okay, dxa by minus RA into V 0 to xa integral ഇത്ര ടൈം നമുക്ക് എന്ത് വരും കൊടുക്കേണ്ടി വരും. ഓക്കെ, ബാച്ച് റിയാക്ടറിന് ഉദ്ദേശിക്കുന്ന ബാച്ച് റിയാക്ടറിൽ എന്താണ് എത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ള എത്ര ടൈം നമ്മൾ ഈ ഒരു റിയാക്ഷന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരും. സോ T is equal to time is equal to Na naught into 0 to xa dxa by minus Ra. Okay. ഇനി അഗൈൻ എന്താണ് കോൺസ്റ്റന്റ് വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ വീനെ നമുക്ക് പുറത്തെടുത്തൂടെ. വീനെ നമുക്ക് ലെറ്റ്സ് സേ എന്താണ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം സിസ്റ്റം ഫോർ കോൺസ്റ്റന്റ് വോളിയം സിസ്റ്റത്തിന് എന്ത് വരും? കോൺസ്റ്റന്റ് വോളിയം സിസ്റ്റംസ് നമുക്ക് വീന് എന്നത് വി നോട്ട് എന്ന് എഴുതാം അല്ലേ. വി ഈസ് ഈക്വൽ ടു വി നോട്ട്. സോ അതിനെ പുറത്ത് എടുക്കുക, ഒരു കോൺസ്റ്റന്റ് അല്ല, പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? ടീനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ടി വിൽ ബി ഈക്വൽ ടു വാട്ട്? വി എൻ എ നോട്ട് ബൈ വി നോട്ട് എന്താണ്? സി എ നോട്ട് അല്ലേ. സി എ നോട്ട് ഇൻറ്റു 0 ടു എക്സ് എ dxa divided by minus Ra into minus Ra. Okay. ഓക്കെ, ഇതിനെ തന്നെ നമുക്ക് വേറെ രീതിയിൽ കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ സി എ നോട്ട് ഡി എക്സ് എനെ നമുക്ക് എന്താ ചെയ്യാം? മൈനസ് ഡി സി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, നമുക്ക് മൈനസ് ഡി സി എന്ന് എഴുതാൻ പറ്റില്ല. അത് മുമ്പത്തെ സെക്ഷൻസ് നോക്കിയാൽ മതി. സി എ നോട്ടിനെ സി എനെ നമുക്ക് സി എ നോട്ട് ഇൻറ്റു 1 മൈനസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സി എ നോട്ട് ഇൻറ്റു 1 മൈനസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സി എ നോട്ട് ഡി എക്സ് എനെ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതിന് എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ടി വിൽ ബി ഈക്വൽ ടു വാട്ട്? ഇൻ്റഗ്രൽ സി എ നോട്ട് ടു സി എ മൈനസ് ഡി സി എ ബൈ ഡി ടി. ഓക്കെ, minus dca by dt which is equal to time. Okay, sorry dt dca minus Ra. Okay, so ca0 to ca minus dca by മൈനസ് ആർ. സോ ഇതാണ് ബാച്ച് റിയാക്ടറിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. എന്താണ്? കോൺസ്റ്റൻറ്റ് ഇൻപുട്ടോ കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ടോ അല്ല. സോ ദിസ് ഇസ് ദ ഡിസൈൻ ഇക്വേഷൻ ഫോർ ബാച്ച് റിയാക്ടർ. സോ ഇനിയാണ് നമ്മൾ ബാച്ച് റിയാക്ടർ അങ്ങനെ അധികം ക്വസ്റ്റ്യൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഇത് കണ്ടിന്യൂസ് ഫ്ലോ റിയാക്ടർ. അതിൽ ഞാൻ പറഞ്ഞു എന്താണ് 2 റിയാക്ടേഴ്സ് ഉള്ളത്, CSTRഉം PFRഉം. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSTR. ഓക്കെ, സോ ബാച്ച് റിയാക്ടർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി CSTR. ഓക്കെ, സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂസ് ഫ്ലോ റിയാക്ടേഴ്സ് ആണ്. 2 റിയാക്ടേഴ്സാണ്, CSTRഉം PFRഉം. സോ കണ്ടിന്യൂസ് ഫ്ലോ റിയാക്ടേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന മുമ്പ് ഈ ഒരു കണ്ടിന്യൂസ് റിയാക്ടേഴ്സിൻ്റെ കേസിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേംസ് പഠിക്കാനുണ്ട്. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്ന് ഡിറൈവ് ചെയ്യാം. ആ 2 ടേംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആണ് സ്പേസ് ടൈം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ദ സ്പേസ് ടൈം. ഓക്കെ, സ്പേസ് ടൈം. ഓക്കെ, സ്പേസ് ടൈം നമ്മൾ അതിന് നൊട്ടേറ്റ് ചെയ്യുന്നത് ടോ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സ്പേസ് ടൈം നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്പേസ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. സോ സ്പേസ് ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ടു പ്രോസസ് 1 റിയാക്ടർ വോള്യൂം. നമുക്കറിയാം കണ്ടിന്യൂസ് ആണ് റിയാക്ടറിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻപുട്ടും ഉണ്ട് ഔട്ട്പുട്ടും പ്രൊഡക്റ്റ്
പുറത്തെടുക്കുന്നുമുണ്ട് അല്ലേ. സോ ഒരു റിയാക്ടർ വോളിയം പ്രോസസ്സ് ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക റിയാക്ഷൻ മിക്സ്ചർ വ്യത്യസ്ത വോളിയം ഇപ്പോൾ ഒരു പർട്ടിക്കുലർ റിയാക്ടർ വോളിയം മൊത്തമായിട്ട് പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് എത്ര ടൈം റിക്വയർഡ് ആണ്, അതാണ് എന്ത് സ്പേസ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്പേസ് ടൈം it is the time required to process one reactor volume. One reactor volume of feed. ഓക്കെ, സോ ടൈമാണ്. അപ്പോൾ അത് യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് ടൈമിൻ്റെ അല്ലെങ്കിൽ സെക്കൻഡ്സ് ആയിരിക്കും അല്ലേ. യൂണിറ്റ് വിൽ ബി എന്ത് സെക്കൻഡ്സോ അല്ലെങ്കിൽ മിനിറ്റൊക്കെ ആയിരിക്കും, കാരണം അതൊരു ടൈമാണ് അല്ലേ. സോ ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ടു പ്രോസസ് വൺ റിയാക്ടർ വോളിയം ഓഫ് ഫീഡ്. അതാണ് എന്ത് ടോ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ എന്താ പറയുക, നമ്മൾ പറയുമ്പോൾ ഇതാണ് സ്പേസ് ടൈം. ഇനി ഇത് മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് എങ്ങനെ പറയാൻ നോക്കാം. So mathematically tau is equal to V by mu naught. Okay, so mu എന്ന് പറയുന്നത് വോളിയോമെട്രിക് ഫ്ലോ റേറ്റ് ആണ്. ഓക്കെ, സോ mu naught എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് വോളിയോമെട്രിക് ഫ്ലോ റേറ്റ്. mu naught എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താണ്, നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഒക്കെ ക്യൂ എന്നുള്ള ലെറ്ററാണ് യൂസ് ചെയ്യാറ്. നമ്മളിവിടെ mu naught എന്നുള്ള ലെറ്റർ കൊണ്ടാണ് എന്ത് ഫ്ലോ റേറ്റ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് എത്ര വോളിയം പെർ സെക്കൻഡ് അല്ലെ, ഫ്ലോ പോകുന്നതിൻ്റെ റേറ്റ്. ഓക്കെ, യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ റിയാക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ലിറ്ററിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോർമലി. സോ ലിറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, യൂണിറ്റ് liter per second. Okay, liter per second. So V by V naught is the mathematical expression for V by mu naught. Sorry, V naught alla, mu naught. mu എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻലെറ്റ് വോളിയോമെട്രിക് ഫ്ലോ റേറ്റ്. ഓക്കെ, V എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ റിയാക്ടർ അല്ലേ. സോ ടോ ഈസ് ഈക്വൽ ടു V by V naught. ഇനി നമുക്ക് ഇതിനെ വേറൊരു ഫോമിലും കൂടെ എഴുതാൻ നോക്കണം. സോ V naught എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻലെറ്റ് വോളിയോമെട്രിക് ഫ്ലോ റേറ്റ്. ഇത് നമുക്ക് വേറൊരു രീതിയിൽ എഴുതാന്ന് വെച്ചാൽ FA naught ഡിവൈഡ് ബൈ CA naught. FA naught by CA naught നമുക്ക് എഴുതാം. FA naught എന്ന് പറഞ്ഞാൽ നോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇനീഷ്യൽ എന്നുള്ള കണ്ടീഷൻ. ഓക്കെ, FA naught എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻലെറ്റ് മോളാർ ഫ്ലോ റേറ്റ്. ഓക്കെ, മോളാർ ഫ്ലോ റേറ്റ്, ഇൻലെറ്റ് മോളാർ ഫ്ലോ റേറ്റ്. മോളാർ ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് എന്ന് പറഞ്ഞാൽ പെർ സെക്കൻഡിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സോ എന്തായിരിക്കും യൂണിറ്റ്? മോൾ പെർ സെക്കൻഡ്. CA naught നമുക്കറിയാലോ, നമ്മൾ കുറേ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കോൺസെൻട്രേഷൻ എന്തായിരിക്കും? മോൾ പെർ ലിറ്റർ അല്ലെ, മോൾ പെർ ലിറ്റർ. സോ അതിൻ്റെ ഫ്രാക്ഷൻ എടുത്ത് നോക്കിയേ, മോൾ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ മോൾ പെർ ലിറ്റർ. അപ്പോൾ എന്ത് വരും? ലിറ്റർ മേലെ പോവും, സെക്കൻഡ് താഴെ ആവും. അപ്പോൾ ലിറ്റർ പെർ സെക്കൻഡ്, അതായത് നമ്മുടെ വോളിയോമെട്രിക് ഫ്ലോ റേറ്റ്. ഓക്കെ, സോ CA naught എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ. സോ ലിറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ലിറ്റർ പെർ സെക്കൻഡ്. സോ അങ്ങനെയാണെങ്കിൽ ടോനെ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? സ്പേസ് ടൈം ഈസ് ഈക്വൽ ടു വാട്ട്? V by
V ഇൻറ്റു സി എ നോട്ട് മേലെ പോലെ വി സി എ നോട്ട് ഡിവൈഡ് ബൈ എഫ് എ നോട്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് സ്പേസ് ടൈം എന്ന് പറഞ്ഞത്. നമ്മൾ സ്പേസ് ടൈം കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? സ്പേസ് ടൈം ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു വോളിയം ഓഫ് ദ റിയാക്ടർ അല്ലേ. അപ്പോൾ സ്പേസ് ടൈം കണ്ടുപിടിച്ചാൽ വോളിയം ഓഫ് ദ റിയാക്ടർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ വോളിയം എന്ന് അതാണല്ലേ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര വോളിയമുള്ള റിയാക്ടർ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും, ഒരു ഐഡിയ കിട്ടും നമുക്ക്. ഓക്കെ, സോ വോളിയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് എന്ത് സ്പേസ് ടൈം എന്ന് പറഞ്ഞത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടോ. സ്പേസ് ടൈം ഈസ് ഈക്വൽ ടു ടോ എന്നുള്ള ലെറ്റർ യൂസ് ചെയ്ത് നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. സോ ഇതിൽ വി ബൈ മ്യൂ നോട്ട് വോളിയം ഡിവൈഡ് ബൈ വോളിയോമെട്രിക് ഫ്ലോ റേറ്റ്, അല്ലെങ്കിൽ വി ഇൻറ്റു സി എ നോട്ട് ഡിവൈഡ് ബൈ എഫ് എ നോട്ട്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് സ്പേസ് ടൈം. ഇതുപോലെ തന്നെ വേറൊരു ടേമും കൂടെ ഉണ്ട്, നമ്മൾ സ്പേസ് വെലോസിറ്റി എന്നാണ് പറയുക. ഒന്നുമില്ല, എന്താണ് ഇതിന് നേരെ ഇൻവേഴ്സ് സ്പേസ് ടൈം ആണ് എന്ത് സ്പേസ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സ്പേസ് വെലോസിറ്റി നമ്മളിത് നൊട്ടേറ്റ് ചെയ്യുന്നത് എസ് എന്നുള്ള ലെറ്ററാണ്. ഓക്കെ, സോ എസ് എന്താണ്? എസ് ഇസ് ഈക്വൽ ടു 1/τ. ഇൻവേഴ്സ് ഓഫ് ദ സ്പേസ് ടൈം ഈസ് വാട്ട്? സ്പേസ് വെലോസിറ്റി. ഓക്കെ, സോ യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് വിൽ ബി വാട്ട്? സെക്കൻഡ് ഇൻവേഴ്സ് അല്ലെങ്കിൽ മിനിറ്റ് ഇൻവേഴ്സ് എന്തും വരാം. ഓക്കെ, ഇനി നമ്മൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ എന്താണ് സ്പേസ് ടൈം എന്ന് പറഞ്ഞാൽ, മാത്തമാറ്റിക്കലി ഇറ്റ് ഈസ് ദ എന്താണ് 1/τ ഇൻവേഴ്സ് ഓഫ് ദ സ്പേസ് ടൈം. നമുക്ക് പറയാം എന്താണ് വേർഡ്സിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് റിയാക്ടർ വോളിയം ക്യാൻ ബി പ്രോസസ്ഡ് ഇൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ എത്ര നമ്പർ ഓഫ് എന്താ പറയുക റിയാക്ടർ വോളിയം നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും, അതാണ് എന്ത് സ്പേസ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ നമ്പർ of reactor volume of feed at specified condition which can be treated at unit time. ഓക്കെ, സോ എത്ര റിയാക്ടർ വോളിയം ഒരു യൂണിറ്റ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യും പ്രോസസ്സ് ചെയ്യാൻ പറ്റും, അതിൻ്റെ എണ്ണാണ് എന്ത് സ്പേസ് വെലോസിറ്റി എന്ന് പറയുന്നത്, വിച്ച് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് സ്പേസ് ടൈം. ഓക്കെ, സോ ഈ രണ്ട് ടേം അറിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം കണ്ടിന്യൂസ് ഫ്ലോ റിയാക്ടേഴ്സിൻ്റെ ഡിസൈനിലേക്ക് പോകാം. ഓക്കെ.